Hi all. Today's class we are discussing single phase fully controlled bridge rectifier with R load, RL load, RLE load, etc. Okay. അപ്പോൾ എന്താണ് സിംഗിൾ ഫേസ് നമ്മൾ ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ പറഞ്ഞു. അപ്പോൾ ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറിൽ നമ്മൾ എന്താണ് ഒരു തൈറിസ്റ്റ് മാത്രമേ ഉണ്ടാവൂ, ഒരു തൈറിസ്റ്റ് ഉണ്ടാവും, ആർ ലോഡ് ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും. ഇതായിരുന്നു നമ്മുടെ ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം എന്തായിരിക്കും? ഇതാണ് ഇൻപുട്ട് സൈൻ വേവ് എങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം കൺട്രോൾ ചെയ്തിട്ടുള്ള വേവ് ഫോം, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വീണ്ടും ഒരു കൺട്രോൾഡ് വേവ് ഫോം വിത്ത് ഫയറിംഗ് ആംഗിൾ ആൽഫ. ഇതായിരുന്നു നമുക്ക് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരിക? ഇതിപ്പം ഈ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം ആയിരിക്കില്ല, നേരെ മറിച്ച് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് കൺട്രോൾഡ് വോൾട്ടേജ് ഇതിൽ കിട്ടും. അതായത് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ആർ ലോഡാണെങ്കിലാണ് അപ്പോൾ ആർ ലോഡിൻ്റെ കേസാണ് ഇതിപ്പം വരച്ചിരിക്കുന്നതെങ്കിൽ, ആർ ലോഡിൻ്റെ കേസാണ് നമ്മളിങ്ങനെ വരച്ചത്. ഇനി ആർ എൽ ലോഡാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഹാഫ് കൺട്രോൾഡിൽ വരച്ച പോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, താഴോട്ട് വരും, ഒരു പ്രൊജക്ഷൻ വരും, എന്നിട്ടായിരിക്കും കറണ്ട് സീറോ അല്ലെങ്കിൽ വോൾട്ടേജ് സീറോ ആവുന്നത്. ഇവിടെ ചെറിയ താഴോട്ടൊരു സ്പൈക്ക് വരും. ഇനി ആർ എൽ ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡാണെങ്കിലോ? ഫ്രീ വീലിംഗ് ഡയോഡാണെങ്കിൽ ഈ സ്പൈക്ക് ഉണ്ടാവില്ല. ഓക്കെ, സ്പൈക്ക് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ഫ്രീ വീലിംഗ് 3 കേസിലും വേവ് ഫോം സെയിം ആയിരിക്കും. ബട്ട് ഇവിടെ എന്തായിരിക്കും, എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ കേസിൽ തന്നെ ഇതിൻ്റെ വർക്കിംഗ് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ എ സി ഇങ്ങനെ വരുന്നതെങ്കിൽ എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇപ്പോൾ എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പ്ലസ് മൈനസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ S1 അതുപോലെ S1ഉം S2ഉം കണ്ടക്ട് ചെയ്യും. S1ഉം S2ഉം കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു S1 ലോഡ്, S2 നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു പാത്തിൽ നമ്മുടെ S1ഉം S2ഉം കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാത്തിൽ ഇതായിരിക്കും കറണ്ടിൻ്റെ പാത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, റെസിസ്റ്റൻസിൽ നമ്മുടെ ലോഡിൽ നമുക്കൊരു വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ, നമ്മൾ എപ്പോഴാണോ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യുന്നത്, ആ ഫയറിംഗ് ആംഗിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ടിൽ നമ്മൾ ആ ഫയറിംഗ് ആംഗിൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് VO കിട്ടും. എവിടെ? ലോഡിന് അക്രോസ്. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ മുകളിൽ മൈനസും, ഓക്കെ, എ സിയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് മുകളിൽ മൈനസ് താഴെ പ്ലസ്, മുകളിൽ മൈനസും താഴെ പ്ലസ്സും വരുമ്പോൾ എന്തായിരിക്കും, പ്ലസ് വരുമ്പോൾ നോക്കുക, ഈ സൈഡ് പ്ലസ് വരുമ്പോൾ S3യുടെ താഴെ പ്ലസ് വരും. അതായത് S3 ഫോർവേഡ് ബയസ്ഡ് ആവും. അതുപോലെ പിന്നെ S3യും S4, കാരണം S4ൻ്റെ മൈനസിൽ അല്ലേ S4ഉം S3യും S4ഉം ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ എങ്ങനെയായിരിക്കും പാത്ത് ഉണ്ടാവുക? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി S3 വഴി ലോഡ് വഴി പോയി S4 വഴി പാത്ത് കണ്ടക്ട് ചെയ്തു. ഓക്കെ, അതായത് S3 ഇങ്ങനെ പോയി S3 വഴി പോയി ലോഡ് വഴി വന്ന് S4 വഴി തിരിച്ച് കയറിപ്പോയി നെഗറ്റീവ് സോഴ്സിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ടിൻ്റെ പാത്ത്. ഇനി വേവ് ഫോം ഇതിലില്ല. അപ്പോൾ വേവ് ഫോം ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളുക. ഓക്കെ, വേവ് ഫോം ശ്രദ്ധിക്കുക. ഇതാണ് ഇൻപുട്ട് എ സിയുടെ വോൾട്ടേജ് വേവ് ഫോം. അപ്പോൾ നമ്മുടെ ഫയറിംഗ് ആംഗിൾ ആൽഫ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ഇഷ്ടം പോലെയാണ്. ഞാനൊരു 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 45 ഡിഗ്രി ഫയറിംഗ് ആംഗിളിലാണ് ഞാൻ SCR ഓൺ ചെയ്യുന്നത്, ഫയർ ചെയ്യുന്നത്. അപ്പം എന്തായിരിക്കും വോൾട്ടേജിൻ്റെ വേവ് ഫോം? ഔട്ട്പുട്ട് വോൾട്ടേജ് 45 ഡിഗ്രി ഫയറിംഗ് ആംഗിളിന് ശേഷം 45 ഇവിടെ വരും,
കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരു 45 ഡിഗ്രിക്ക് ശേഷം കിട്ടും നെഗറ്റീവ്, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ വേവ് ഫോം. ഏത്? ലോഡ് വോൾട്ടേജിൻ്റെ വേവ് ഫോം. ഇനി ലോഡ് കറണ്ടിൻ്റെ വേവ് ഫോം എങ്ങനെയായിരിക്കും? റെസിസ്റ്റീവ് ലോഡാണ്. അപ്പം എപ്പോഴാണോ SCR ട്രിഗർ ചെയ്യുന്നത്, ഈ ഡോട്ട് നമ്മൾ 45 ഡിഗ്രിയിൽ നിന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് പൈ എത്തുമ്പോൾ 0. അതായത് ഇതിപ്പോൾ 0, ഇത് ആൽഫ, ഇത് പൈ അല്ലേ, ഇത് പൈ പ്ലസ് ആൽഫ, ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇത് പൈ ആണ് അല്ലേ, ഇത് 2 പൈ, ഇത് 3 പൈ, ഇത് 4 പൈ അല്ലേ, ഇതിപ്പം പൈ ബൈ 2 അല്ലേ, പൈ ബൈ 2, സോറി, ഇത് പൈ, ഇത് 2 പൈ അല്ലേ, 3 പൈ, ഈ ഓരോ ഡോട്ട്സും 3 പൈ 4 പൈ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ആൽഫ ടു പൈ വരെ, ആൽഫ മുതൽ പൈ വരെയാണ് ഇതിൻ്റെ കണ്ടക്ഷൻ. അപ്പോൾ ആൽഫ എത്തുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, പൈ എത്തുമ്പോൾ 0. വീണ്ടും പൈ കഴിഞ്ഞിട്ട് അടുത്ത പൈ പ്ലസ് ആൽഫയിൽ ഇൻക്രീസ് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ 0. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും എന്തുണ്ടാവുന്നത്? കറണ്ട് വേവ് ഫോം ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ലോഡ് RL ലോഡാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു L കൂടി ഉണ്ടാവും അല്ലേ, ഇവിടെ ഒരു L കൂടി വെച്ചാൽ RL ലോഡായി. നമ്മളെ ആറിന് കൂടെ ഒരു ഇൻഡക്ടർ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ RL ലോഡായി. അപ്പോൾ RL ലോഡ് വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിയിൽ കറണ്ട് സഡനായിട്ട് 0 ആവില്ല. അപ്പോൾ RL ലോഡാകുമ്പം വോൾട്ടേജിൽ താഴേക്കൊരു സ്പൈക്ക് വരും. ഞാൻ വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇൻഡക്ടറിൽ താഴോട്ട് ഇങ്ങനെ ഒരു സ്പൈക്ക് വരും. ഓക്കെ, ഇതായിരിക്കും RL ലോഡിൽ ഉണ്ടാവുക. RL ലോഡിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കറണ്ട് എന്തായിരിക്കും ശ്രദ്ധിക്കുക? കറണ്ട് ഈ ആൽഫയെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ബട്ട് നമ്മളെ നേരത്തെയുള്ള ഈ പൈയിലെത്തുമ്പോൾ 0 ആവില്ല. നേരെ മറിച്ച് ഈ നമ്മുടെ എക്സ്റ്റൻഷൻ ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ആംഗിളാണ് എക്സ്റ്റൻഷൻ ആംഗിൾ ബീറ്റ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പോൾ ബീറ്റ എത്തുമ്പോഴേ കറണ്ട് 0. ഓക്കെ, വീണ്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യും, ബീറ്റ എത്തുമ്പോൾ 0. അപ്പോൾ ഇതായിരിക്കും കറണ്ട് വേവ് ഫോം. ഓക്കെ, ഇനി ഇതിലൊരു ഫ്രീ വീലിംഗ് ഡയോഡ് വെച്ചാലോ? ഫ്രീ വീലിംഗ് ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് വേവ് ഫോമിലെ താഴത്തെ സ്പൈക്ക് ഇല്ലാണ്ടാവും അല്ലേ, നേരെ മറിച്ച് കറണ്ട് എന്താവും? കറണ്ട് കണ്ടിന്യൂസ് ആവും. അതായത് ഈ ഒരു 0ലേക്ക് വരാണ്ട് രീതിയിലേക്ക് കറണ്ട് പോകും. കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഗ്യാപ്പിൻ്റെ ടൈമിൽ എന്ത് പറ്റും? ഈ ഒരു സ്പൈക്കിൻ്റെ ടൈമിൽ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം ഫോർ എ കൺട്രോൾഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് റെസിസ്റ്റീവ് ലോഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആവറേജ് കമ്പോണൻറ്റ് ഓഫ് ദിസ് വേവ് ഫോം ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം VO. ഇതാണ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. VO is equal to 1/π. അതായത് ഞാൻ പറഞ്ഞു എവിടുന്ന കണ്ടക്ഷൻ നടക്കുന്നത്, ഇങ്ങനെ നമ്മൾ വരക്കുകയാണെങ്കിൽ ആൽഫ ടു പൈ അല്ലേ, ആൽഫ ടു പൈ വരെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പൈ പ്ലസ് ആൽഫ ടു 2 പൈ, ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റഗ്രൽ ആൽഫ ടു പൈ വരെ മാത്രം എടുക്കും. ആൽഫ ടു പൈ VM sin omega t. അപ്പം ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? VM/π 1 + cos ആൽഫ. അതായത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VM/π 1 + cos ആൽഫ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആവറേജ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് കറണ്ട് എന്തായിരിക്കും? അത് ഡിവൈഡ് ബൈ ഒരു 6 വരും. റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ഒരു 6 വരും. അതാണ് VM/π 6 × 1 + cos ആൽഫ കിട്ടി. ഇനി RMS വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/π സെയിം തന്നെ, 1/π മൊത്തം ഒരു ആൽഫ ടു പൈ VM² sin² omega t. എന്നിട്ട്
ഹോൾ റൂട്ട് കൊടുക്കും. അതായത് റൂട്ട് ഓഫ് 1/π ആൽഫ ടു പൈ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇതാണ് ആർ എം എസിൻ്റെ ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യുമ്പം ഈ സൈൻ സ്ക്വയർ വി എം സ്ക്വയർ ബൈ 2π ഒക്കെ പുറത്തെടുത്ത് സൈൻ സ്ക്വയർ ഒമേഗ ടീനെ 1 - cos 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതി, എന്നിട്ട് ഈ ആൽഫയും പൈയുടെയും വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. വി എം സ്ക്വയർ ബൈ പൈ - ആൽഫ പ്ലസ് 1 + cos ആൽഫ ദ ഹോൾ റേസ് ടു 1/2, അതായത് റൂട്ട് ഓഫ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടു. ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലേ. പവർ ഡെലിവേർഡ് ടു ദി ലോഡ്. അപ്പോൾ IRMS നമുക്ക് കിട്ടി. പവർ ഡെലിവേർഡ് ടു ദി ലോഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദി ഡിലേ ആംഗിൾ ആൻഡ് ദി ലോഡ് കമ്പോണൻസ്. ഓക്കെ, therefore P is equal to I square into RMS. I square RMS into R is used to determine the power dissipated. അപ്പോൾ നമുക്ക് IRMS കിട്ടണം. അപ്പോൾ VRMS കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവൈഡ് ബൈ ഒരു 6 കൂടി ചെയ്യുമ്പോൾ നമുക്ക് IRMS കിട്ടും അല്ലേ. അപ്പോൾ IRMSൻ്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 1/π ആൽഫ ടു പൈ വി എം ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ ഡി ഒമേഗ ടി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് IRMSൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ IRMS കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഡിസിപ്പേഷൻ കിട്ടി. ഇനി ശ്രദ്ധിക്കാനുള്ളത് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് RL ലോഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് RL ലോഡ്. അപ്പോൾ RL ലോഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? കണ്ടിന്യൂസ് കണ്ടക്ഷൻ. RL ലോഡിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാണ് നമ്മുടെ സൈൻ വേവ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടുന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആൽഫ ഉണ്ടാവില്ലേ, ആൽഫ കഴിഞ്ഞിട്ട് AC വന്ന് ഇവിടുത്തെ 0 ആവില്ല, ഇവിടുന്ന് കുറച്ച് താഴോട്ടൊന്ന് സ്പൈക്ക്, പിന്നെ വീണ്ടും അടുത്ത വന്ന് ഇവിടുന്ന് 0 ആവില്ല, കുറച്ചും കൂടി താഴോട്ടൊന്ന് സ്പൈക്ക്. ഇങ്ങനെ ആയിരിക്കും വേവ് ഫോം ഉണ്ടാവുക. അതായത് ഇതെന്ന് പറയുന്നത് ആൽഫ, ഇതിൽ നിന്ന് പൈ കഴിഞ്ഞിട്ട് വേറെ പോയിൻ്റ്, അതാണ് ബീറ്റ. അപ്പോൾ ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതാണ് ബീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫ, ബീറ്റ, പൈ ഇത്രയും. അപ്പോൾ നമ്മൾ ആവറേജ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കാണുമ്പം ഇൻ്റഗ്രൽ വി ഒ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു പൈ അല്ല ആൽഫ ടു ബീറ്റ വി എം സൈൻ ഒമേഗ ടി ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ കാണുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനും ഉണ്ട്, കണ്ടിന്യൂസ് കണ്ടക്ഷനും ഉണ്ട്. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് ഇവിടെ എത്തിയിട്ട് ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറണ്ട് വേവ് വരച്ചാൽ എന്ത് കിട്ടും? ബീറ്റയൊക്കെ നമുക്ക് കളയാം. ഓക്കെ, കറണ്ട് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. നമ്മൾ കറണ്ടിൻ്റെ വേവ് ഫോം വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ആൽഫ എന്നുള്ള പോയിൻ്റ് എത്തുമ്പോൾ വേറൊരു ഓക്കെ ഈ ആൽഫ എന്നുള്ള പോയിൻ്റ് എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ പൈ എത്തുമ്പോൾ കറണ്ട് 0 ആവില്ല, പൈ എത്തുമ്പോൾ കറണ്ട് കുറയാൻ തുടങ്ങും. ഇവിടെ ഈ ബീറ്റ് എത്തുമ്പോഴായിരിക്കും കറണ്ട് 0 ആവുക. പിന്നെന്താണ്? പിന്നെ കുറച്ച് സമയം കറണ്ട് ഒന്നുമില്ല, ഇവിടെ 0 തന്നെ. അത് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യും ബീറ്റ വരെ അല്ലേ, ബീറ്റ വരെ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ടൈമില്ലേ, ഈ ഒരു ഗ്യാപ്പ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ടൈമിൽ കറണ്ട് എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. അപ്പോൾ കറണ്ട് വേവ് ഫോം 0 ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറണ്ട് വേവ് ഫോം 0 ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ. ഓക്കെ, ഇനി കറണ്ട് വേവ് ഫോം 0 ആകുന്നില്ലെങ്കിൽ നോക്കുക. അപ്പോൾ ആ കേസ് നോക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ച് നമ്മളെ ആൽഫയെന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് ബീറ്റയിലെത്തി അവിടെ നിന്ന് തന്നെ നമ്മൾ അടുത്ത വേവ് ഫോം തുടങ്ങുന്നത് വിചാരിക്കാം. അതായത് ബീറ്റയിലെത്തുമ്പം തന്നെ നമ്മൾ അടുത്ത വേവ് ഫോം തുടങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ വേവ് ഫോം വരുന്നത് വിചാരിക്കുക. അതായത് നമ്മൾ ഇവിടെ നിന്ന് ആൽഫയിൽ നിന്ന് ട്രിഗർ ചെയ്തു, നേരെ എത്തി 0 ആവുമ്പം തന്നെ അടുത്ത എൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലേ വേവ് ഫോം? ഇങ്ങനെ വരും. അപ്പോൾ കറണ്ട് വേവ് ഫോം എന്തായിരിക്കും ഉണ്ടാവുക? കറണ്ട്
ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് 0 എത്താനാകുമ്പോൾ തന്നെ വീണ്ടും ഓൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോവും. അതായത് ആക്ച്വലി കറണ്ട് മുന്നേ ഇവിടുന്ന് 0 എത്തില്ല. കറണ്ട് വേവും നമ്മുടെ ലോഡ് കറണ്ട് വേവും 0 എത്തുന്നതിന് മുമ്പേ തന്നെ നെഗറ്റീവ് അവസ്ഥയ്ക്കുള്ള തൈറിസ്റ്റർ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് 0 എത്താണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ കറണ്ട് 0 എത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനാണ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനിലൊന്നുമില്ല. ദ ലോഡ് കറണ്ട് ഫോർ എ കൺട്രോൾഡ് ഫുൾ വേ റെക്ടിഫയർ വിത്ത് RL ലോഡ് ബി എയ്തർ കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ. Okay, omega t equal to 0 with 0 load current, SCR1 and SCR2 in the bridge forward biased, and S3 and S4 will be reverse biased. അപ്പോൾ ഞാൻ പറയുന്നൊന്നുമില്ല. അതായത് S1 S2 ഓൺ ചെയ്യും, പിന്നെ S3 S4 ഓൺ ചെയ്യും. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ ലോഡ് കറണ്ട് 0 എത്തില്ല. 0 എത്തും. 0 എത്തി കുറച്ച് സമയം 0 ആയിട്ട് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വീണ്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇതുപോലെ കറണ്ട് വേവ്ഫോം 0 എത്തുന്ന ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ദെർഫോർ ഇഫ് ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ, അതായത് ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ ആണെങ്കിൽ, ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അല്ലേ, അടുത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം ബീറ്റ എന്താണ്? ഇതാണ് ബീറ്റ, ഇതാണ് ആൽഫ അല്ലേ, ബീറ്റ. അപ്പം ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ. പൈ ഏതാ? ഇതാണ് പൈ അല്ലേ, ഇതാണ് ആൽഫ. നമ്മൾ ആൽഫ ഇതല്ലേ അല്ലേ. അപ്പം അടുത്ത ആൽഫ എന്ന് പറയുമ്പം പൈ പ്ലസ് ആൽഫ. പൈ പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇതാണ് പൈ, ആൽഫ ഇതല്ലേ, അടുത്ത ട്രിഗറിങ് വരുന്ന ഇതല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൽഫ. അപ്പം ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ. പൈ പ്ലസ് ആൽഫ എന്ന് പറയുമ്പം ഇവിടെ വരും. അതായത് പൈ ഇവിടെ ടോട്ടൽ പൈ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് ഇത്രയും വരും. ഇതാണ് പൈ പ്ലസ് ആൽഫ. അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞ് അടുത്ത സൈക്കിൾ ഓൺ ചെയ്യുന്നത്. അതായത് ഇതാണ് പൈ പ്ലസ് ആൽഫ. അതിന് താഴെയാണ് ബീറ്റ വരുന്നത് അല്ലേ. ബീറ്റ ഈ 0 ആവുന്ന ഈ പോയിൻ്റാണ് ബീറ്റ. അപ്പം ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ ആയിരിക്കും എന്തുണ്ടാവുന്നത്? ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ. ഇനി കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണെങ്കിൽ എന്ത് പറ്റും? ഇതിങ്ങനെ എത്തിയിട്ട് ഇവിടുന്ന് 0 ആവുന്നിടത്ത് നിന്ന് തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ബീറ്റ എന്തായിരിക്കും? ബീറ്റ ഇവിടെ വരെ ഉണ്ടാവും. പൈ പ്ലസ് ആൽഫ എന്ന് പറയുന്നതും ഇവിടെ വരെ. അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ. ബീറ്റ ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ, അല്ലെങ്കിൽ ബീറ്റ ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ, അല്ലെങ്കിൽ ബീറ്റ ഗ്രേറ്റർ ദാൻ പൈ പ്ലസ് ആൽഫ വരുന്ന, ഗ്രേറ്റർ ദാൻ അല്ല ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ വരുമ്പോഴാണ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ബീറ്റ ലെസ് ദാൻ പൈ. അപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങനെ എഴുതുക: ബീറ്റ ലെസ് ദാൻ പൈ പ്ലസ് ആൽഫ ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷൻ. അപ്പോൾ കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായി? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പൈയിലെത്തിയിട്ട് വീണ്ടും താഴോട്ട് വന്ന് ഇവിടെ വരെയാണ് ഒരു സൈക്കിൾ. അപ്പോൾ ഈ പോയിന്റിൽ തന്നെ അടുത്ത S3 S4 ഓൺ ചെയ്യുമ്പോൾ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വരെ വീണ്ടും അടുത്ത സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിൻ്റെ ഇടയിലൊരു ഗ്യാപ്പില്ല. അതാണ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ. അപ്പം ഒമേഗ ടി ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ. ഓക്കെ. അതായത് നമ്മൾ S1 S2 ഓഫ് ആകുമ്പോൾ ഡയറക്റ്റായിട്ട് S3 S4 ഓൺ ചെയ്യും. അതാണ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ. അപ്പോൾ കറണ്ട് 0 എത്തില്ല, അതിന് മുന്നേ തന്നെ ഓണായി പോകും. അപ്പോൾ വേവ് ഫോം എന്തായിരിക്കും? വി ഓർ ഇക്വേഷൻ 1/π ആൽഫ ടു പൈ പ്ലസ് ആൽഫ. ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ എന്തായിരുന്നു? വേവ് ഫോമിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടില്ല. ഓക്കെ. ഡിസ്കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ നമ്മളെ വി ഓൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/π ആൽഫ ടു ബീറ്റ വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. അതായത് വൺ ബൈ പൈ ആൽഫ ടു ബീറ്റ വി എം സൈൻ ഒമേഗ ടി വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഈ കേസിൽ എന്തായിരുന്നു? 1/π ആൽഫ ടു ബീറ്റക്ക് പകരം പൈ പ്ലസ് ആൽഫ. ബീറ്റക്ക് പകരം നേരത്തെ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്ത് ഇവിടെ നിന്നായിരുന്നു സ്റ്റേറ്റ് ചെയ്ത് ബീറ്റയിലേക്ക്. ഇവിടെ എന്ത് പറ്റി? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
ഇവിടുന്ന് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് അടുത്തത് തുടങ്ങി അല്ലേ. അപ്പം നേരത്തെ നമ്മൾ ബീറ്റ വരെ ഇവിടെ നിന്ന് ഇതുവരെ എടുത്തത് ബീറ്റ അല്ലേ. അപ്പം ബീറ്റ വരെ എടുത്തു, ആൽഫ ടു ബീറ്റ എടുത്ത്, ഇവിടെ ആൽഫ ടു പൈ പ്ലസ്, ഇത് പൈ പ്ലസ് ആൽഫ അല്ലേ. അപ്പോൾ ആൽഫ ടു പൈ പ്ലസ് ആൽഫ വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ആൻഡ് 2Vm/π കോസ് ആൽഫ. ആർ എം എസ് വാല്യൂ എന്താണ്? 1/π ആൽഫ ടു പൈ പ്ലസ് ആൽഫ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി റൂട്ട് ഓഫ് ആണ് 1/2 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആവറേജും ആർ എം എസും കണ്ടുപിടിക്കുന്നത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ, ഒന്നും കൂടി ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് ആർ ലോഡ്, ആർ എൽ ലോഡ്. നെക്സ്റ്റ് വരുന്നത് ആർ എൽ ഇ ലോഡ്, ആർ എൽ ഇ ലോഡ്. ആർ എൽ ഇ ലോഡ്, അപ്പോൾ ആർ എൽ ഇ ലോഡിൽ എന്തായിരിക്കും? ആർ ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. ആർ ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. അപ്പം ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, S1ഉം S3 ഓൺ S1ഉം S2 ഓൺ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? നമ്മളെ ഡി സി വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് വി സൈൻ വോൾട്ടേജ് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് വന്നാൽ മാത്രമേ നമുക്കതിനെ ഓൺ ചെയ്യാൻ പറ്റൂ. നമ്മൾ ആർ എൽ ഇ ലോഡ് ഹാഫ് വേവ് റെക്ടിഫയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ കേസ് തന്നെയാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് വി ഡി സി വോൾട്ടേജ്. അതാണ് വരച്ചിരിക്കുന്നത്. വി എ ബി വരച്ചു, ആദ്യം വി എ ബി വോൾട്ടേജ് വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നതാണ് ഇ, അതായത് നമ്മളെ വി ഡി സി വോൾട്ടേജ്. അപ്പം വി ഡി ഇ എപ്പോഴാണോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി എ ബി ഈ എന്നുള്ള വോൾട്ടേജ്, അതായത് വി ഡി സി എന്നുള്ള വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നത്, അതിപ്പോൾ ഈ ഒരു പോയിന്റിലാണ് കാണിച്ചിരിക്കുന്നത്, ഇവിടെയും ഇവിടെയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാത്രം, ഈ ഒരു ഇടയിൽ മാത്രമേ നമുക്ക് SCRനെ ട്രിഗർ ചെയ്ത് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മിനിമം ഈ ഒരു പോയിന്റ്, അതായത് T1 എന്നുള്ള ഈ നമ്മൾ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കാണുന്നില്ലേ, അപ്പോൾ മിനിമം ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ SCRനെ ഓൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ എന്നുള്ളൊരു പോയിന്റിൽ ഓൺ ചെയ്തു, നേരെ ഇവിടെ നേരെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ. ഒറ്റൊരു കണ്ടീഷൻ, ഒറ്റൊരു പ്രോബ്ലമേ ഉള്ളൂ, ഈ എന്നുള്ള ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി നമുക്കൊന്ന് വരച്ചിടാം. ഇങ്ങനെയാണുള്ളത് സൈൻ വേവ്. നമ്മൾ ഈ എന്നുള്ള വേവ് ഫോം ഇതാണ് ഇ, അത് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ SCR ട്രിഗർ ചെയ്യുന്നത്, നമുക്ക് മിനിമം ട്രിഗർ ചെയ്യാൻ പറ്റുന്നത് ഈ ഡോട്ട്സ് എന്നുള്ള പോയിന്റിന് ശേഷം, അതായത് ഇങ്ങനെയുള്ളത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ ആ ഡോട്ട്സ് എന്നുള്ള പോയിന്റിന് ശേഷം മാത്രമേ നമുക്ക് SCRന് ട്രിഗർ ചെയ്യാൻ പറ്റൂ അല്ലേ. ഇവിടുന്ന് മാത്രമേ ട്രിഗർ ചെയ്യാൻ പറ്റൂ. ഇനി ഈ ഒരു പോയിന്റിൽ തന്നെ ട്രിഗർ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ട്രിഗർ ചെയ്യാം. അതായത് ഈ ജംഗ്ഷൻ പോയിന്റ് ശേഷം ഇവിടെ നിന്നാണ് ട്രിഗർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നാണ് ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും വോൾട്ടേജ് വേവ് ഫോം ഉണ്ടാവുക. ഓക്കെ, അതായത് ആ ഒരു ഡി സി വോൾട്ടേജ് നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം നോക്കുക. I0 ഇൻപുട്ട് കറണ്ട്, നമ്മൾ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ കണ്ടിന്യൂസ് കണ്ടക്ഷനാണ്, അതായത് പൈ പ്ലസ് ആൽഫയാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ എന്ന കണ്ടീഷനാണ്. അതായത് ആ ഒരു രീതിയിലാണ് ഇവിടെ ട്രിഗർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് 0 ആയി ഇങ്ങനെ വന്ന് വീണ്ടും അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ അടുത്തതും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കറണ്ട് എന്തായിരിക്കും? കറണ്ട് നോക്കുക, നമ്മൾ എവിടെ നിന്നാണോ ട്രിഗർ ചെയ്യുന്നത് അവിടെ നിന്ന് കറണ്ട് സ്ലൈറ്റായിട്ട് ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് 0 എത്താനാവുമ്പോൾ സ്ലൈറ്റായിട്ട്, അതായത് 0 ക്രോസ് ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ട് റെഡ്യൂസ് ചെയ്യും, പിന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വേവ് ഫോം, കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആയതുകൊണ്ട്.
ഇനി T3 T4 വേവ് ഫോം എന്താണ്? സെയിം തന്നെ. അതായത് T1 T2 എന്ന് പറയുമ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ T1 T2 ഓൺ ആവും. അതായത് T1ഉം T2 ഈ രണ്ട് കണ്ടക്ടറാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഏതായിരിക്കും? T3 T4. അതുകൊണ്ട് അത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ താഴോട്ട്. അതുകൊണ്ടാണ് ഇതാണ് സോഴ്സ് കറണ്ടിൻ്റെ വേവ് ഫോം. അതായത് IS നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതായത് T1ഉം T2 ഓൺ ചെയ്യുമ്പം എങ്ങനെയാണ് പോയത്? ഇതുവഴി കയറി ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇങ്ങനെയായിരുന്നു കണ്ടക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടത് പോസിറ്റീവായിട്ട് വരച്ചു. ഓക്കെ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതുമാണ് ഓൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെയാണ് പോസിറ്റീവ്. അപ്പം എന്താ വേവ് ഫോം വരുന്നത്? ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതുവഴി ഇങ്ങനെയാണ് വേവ് ഫോം വന്നത്. അപ്പം സോഴ്സ് എന്നുള്ള ഫ്ലോ എന്ന് പറയുമ്പം ഇനീഷ്യലി സോഴ്സ് ISൻ്റെ കറണ്ട് ഫ്ലോ ആദ്യം ഫ്ലോ ചെയ്തിരുന്നത് മുകളിലോട്ടാണ് സോഴ്സ് നിന്ന് ഫ്ലോ ചെയ്തത്. ഇപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സോഴ്സ് നിന്നുള്ള ഫ്ലോ താഴോട്ടാണ്. അതുകൊണ്ടാണ് സോഴ്സ് കറണ്ട് പോസിറ്റീവ് T1 T2 പോസിറ്റീവായിട്ടും T3 T4 നെഗറ്റീവായിട്ടും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി VT1 എന്ന് പറയുമ്പോൾ VT1 T1നും T2നും അക്രോസ് എന്ന് പറയുമ്പം എപ്പോഴാണോ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷൻ ആ ടൈമിൽ മാത്രം അവിടെ വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. VT1 VT2 ഇപ്പോൾ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഓൺ ആവുന്നത് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺ ആവുന്നത്, അതായത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഓൺ ആവുന്ന ടൈമിൽ അവിടെ വോൾട്ടേജ് ഇല്ല. ഓൺ ആവുന്ന ടൈമിൽ അവിടുത്തെ വോൾട്ടേജ് 0. അല്ലാത്ത ടൈമിൽ മൊത്തം അവിടെ വോൾട്ടേജ് ഉണ്ടാവും. നെഗറ്റീവ് ഹാഫ് സൈക്കിളും വോൾട്ടേജ് ഉണ്ടാവും. ഈ ട്രിഗറിങ് ഗ്യാപ്പിലും വോൾട്ടേജ് ഉണ്ടാവും. അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഇതും. ഓക്കെ. ഇനി ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും എന്തിൽ? VT3 VT4 ഇതിലും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വേവ് ഫോംസും നിങ്ങൾ വരക്കാൻ പഠിക്കുക. അപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 1/π α to π + α Vm sin ω Vm/2π നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ കിട്ടിയത് കണ്ടിന്യൂസ് കണ്ടക്ഷനിൽ. RMSൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 1/π ഇവിടെ √1/π α to π + α Vm² sin² ωt dωt. അപ്പോൾ അതിൻ്റെ ചെയ്ത് കിട്ടുന്നതാണ് Vm²/2. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ വരുന്നത്. RLE ലോഡ് വിത്ത് കണ്ടിന്യൂസ് കണ്ടക്ഷൻ.